ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മീനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്നൊരു റൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സബോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ 3 മുട്ടയാണ് കേട്ടോ എടുത്തത്. മുട്ട നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. പിന്നെ അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ചീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരണ വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടിയാണ് കേട്ടോ. പൊടികൾ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറണ വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വച്ചേക്കണ മുട്ട കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. മുട്ട ചേർത്ത് ഒരു 3/4 ഭാഗം വേവാകുമ്പോഴേക്കും നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ വെക്കുന്ന ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയൊക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.